ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഡം വന്ന് തെളിവുകളൊക്കെ ഇവർക്കെതിരാണെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ പൊന്നുമടത്തിൽ മേഡം അമ്മയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പരിഗണനയൊക്കെ തരുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ തൂക്കിയെടുത്തോണ്ട് ഞാൻ പോയേനെ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുവാട്ടെ. ഇതൊക്കെ കേട്ടപ്പോൾ സേതുവൊക്കെ വല്ലാതെ ഇതായിട്ട് ഇരിക്കുക. അപ്പോൾ വരട്ടൊന്നും വേണ്ട, ഈ നാട്ടിലെ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ചില ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രതിയോ ഞാനോ ഒരിക്കലും ഇല്ലെന്നും പറഞ്ഞു. ഈ ഹൃതിക അത് പറഞ്ഞപ്പോഴത്തേക്കും പൂർണിമ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നും പറഞ്ഞു. അപ്പോൾ പല്ലവിയൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ എൻ്റെ അമ്മ നിരപരാധിയാണ് മാം, അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും ആലോചിക്കുക പോലും ഇല്ല എന്ന് സ്വാതി പറഞ്ഞു. സ്വാതി, നീ മിണ്ടാതിരിക്കുക. ദേ ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞ ഹൃതിക ആളാവുക കേട്ടോ. അമ്മയുടെ തലയിലേക്കെല്ലാം വെച്ച് കൊടുത്തിട്ട് ആ പോലീസുകാർ ഇങ്ങ് തിരിഞ്ഞില്ലേ. ആ അഭ്യാസം കാണിച്ചത് മതിയടി, കൂടുതൽ വിളച്ചിലെടുത്താ കൂട്ടുപ്രതിയായി നിന്നെയും ഞാൻ കൊണ്ടുപോകും, കാണണോടി നിനക്ക്, കാണണമെന്നും ചോദിച്ചുകൊണ്ട് ഹൃദയെ പൊളിച്ചാട്ടിക്ക് പോലീസുകാർ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൾ പിന്നെ മിണ്ടുന്നില്ല. ഞങ്ങളുടെ മുന്നിൽ അധികം സമയമൊന്നുമില്ല, സഹകരിക്കുന്നതാണ് നല്ലതെന്ന് നിരഞ്ജന മേഡം പറഞ്ഞു. അപ്പം മേഡം ജീപ്പിൽ അത് വേണ്ട മേഡം, ഞാൻ കൊണ്ടുവന്നോളാം അമ്മയെ എന്ന് നമ്മുടെ സേതു പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ലാത്തതാ, മനസ്സ് അധികം ടെൻഷനൊന്നും ഉണ്ടാക്കാൻ പാടില്ലെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ സേതു ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നോളാം മേഡം എന്ന് പല്ലവിയും മേഡത്തിനോട് പറഞ്ഞു. അപ്പോൾ പ്ലീസ് മാം ഒന്ന് കേൾക്കണം മാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സേതുവും പല്ലവിയും പറയുമ്പോൾ ശരി എന്ന് അത്രയും ഒരു ഇതവർ കാണിച്ചു കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങ് പോയി. പൂർണ്ണിമ അവിടെ നിന്ന് കരച്ചില്ല. അപ്പോഴേക്കും അമ്മയെന്ന് പറഞ്ഞ് സ്വാതിയും വന്ന് നിന്ന് കരയണു. പല്ലവിയും സേതുവും ആകെ തളർന്നിങ്ങനെ നിൽക്കുക കേട്ടോ. പൂർണ്ണിമ അകത്തേക്ക് കയറിപ്പോയി. അമ്മ ഇങ്ങനെ തകർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് മൃദുകയ്ക്ക് ഒരു കൂസലും ഇല്ല. അവളിങ്ങനെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ തന്നെ അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ പല്ലവിയും സേതുവും ഋതികയുടെ പൂർണ്ണിമയുടെ പിറകെ അങ്ങ് പോയി. അപ്പോൾ സ്വാതി ഇവളെ ഒന്ന് നോക്കി, അതും ഋതികയെ. ഇവളൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. തല ഊരിയെന്നുള്ള ഒരു ഇതിൽ ഇവളിങ്ങനെ ഒളിച്ചോടിയതുപോലെ നിൽക്കുക. അപ്പോഴേക്കും ചേച്ചി ഇത് എന്തി കാണിക്കുന്നത്, അമ്മ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുക. അപ്പോൾ കൊണ്ടുപോയാലും പോയതുപോലെ തന്നെ തിരിച്ചു വരുമെന്നും അതിനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ ഋതി പറഞ്ഞപ്പോൾ ചേച്ചി അപ്പം നീ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ ഋതു അവിടെ നിന്ന് പോയി. സ്വാതി ആകെ അങ്കലാപ്പിൽ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് പൂർണ്ണിമ മുറിയിലിരുന്ന് കരയുവാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല, അത്രയ്ക്ക് ചെയ്യാൻ മാത്രം ഞാനൊരു ക്രൂരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പൂർണ്ണിമ ഇരുന്ന് കരയുന്നത്. അത് കേട്ടപ്പോൾ അമ്മേ, ഞങ്ങൾക്ക് അമ്മയെ വിശ്വാസമാണ്, അതുകൊണ്ട് അമ്മ ഒന്നും പറയണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല എന്നും ഈ പല്ലവി ഇങ്ങനെ പൂർണ്ണിമയോട് പറഞ്ഞു. എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അമ്മേ, എന്തോ ഇതിൻ്റെ പിറകിൽ വലിയൊരു സത്യമുണ്ട്, തെളിയാനിരിക്കുന്നതേ ഉള്ളെന്നും പറഞ്ഞ് പല്ലവി ഇങ്ങനെ സമാധാനിപ്പിക്കുക. നിരഞ്ജന മേഡം വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു പോലീസ് ഓഫീസറാണ്, അതുകൊണ്ട് തന്നെ നീതി നടപ്പാക്കപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും പല്ലവി ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ അമ്മയെ ഒരു പോലീസിൻ്റെ മുന്നിൽ ഇട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്നും മറ്റാരെങ്കിലും രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ സേതുവിനെ താനി നിറ അവർ കാണുമെന്ന് സേതു ഇങ്ങനെ പൂർണ്ണിമയോട് പറയുവാട്ടോ. അന്നേരം പൂർണ്ണിമയ്ക്ക് ഭയങ്കര ഇങ്ങനെ വലിയിരിക്കുക. അപ്പോൾ അതെ അതും പറഞ്ഞ് സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പം അവനോട് വഴക്കിനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞേരെ. അതെ, അവരൊരു വലിയ ഫോഴ്സ് അല്ലേ, നയപരമായി വേണം ഇതിലിടപെടാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണ്ണിമ പറയുമോ. എനിക്ക് അതൊരു പേടിയില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്നും പിന്നെ എന്തിനും ഞാൻ ഭയക്കണമെന്നും പൂർണ്ണിമ ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞു. ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്തോട്ടെ, അപ്പോൾ അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അപ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഇവർ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഋതിക ഓടി ഇറങ്ങി വരുക. ഋതിക ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുതെന്നും വേറെ ആരോ ചെയ്തതാണെന്നും അത് നമ്മുടെ തലയിൽ ഇടാൻ നോക്കുകയാണെന്നും പൂർണ്ണിമ മക്കളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ചെയ്ത മോള് മുന്നിൽ വാട്ടി പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയും സേതുവും പല്ലവിയും കൂടെ പോകുന്നത് കണ്ടിട്ടും യാതൊരു കൂസലും ഇല്ലാതെ ഇവരിവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ സ്വാതി ഋതികയുടെ അടുത്ത് വന്നിട്ട് പോലീസുകാർ അമ്മയെ ഉപദ്രവിക്കുമോ, അപ്പോൾ അറിയില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന ഋതിക. ആ സേതുമാധവന് ഏതാണ്ട് പൂർണ്ണമായും പുറത്തായതായിരുന്നു, ഈ അവസരം അയാൾ മുതലെടുക്കും. ചേച്ചി കണ്ടോ, തിരിച്ചു വരുന്നത് സേതുമാധവനോടുള്ള എല്ലാ വഴക്കും അവസാനിപ്പിച്ച അമ്മയായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം അത്ര പെട്ടെന്ന് മറക്കും അമ്മ അച്ചുവിൻ്റെ കല്യാണം. അപ്പം എന്താ മറന്നാൽ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടമല്ലാത്ത കല്യാണം കഴിച്ച മക്കളോട് കാലാകാലം പിണങ്ങി നിന്ന് എത്ര അച്ഛനമ്മമാരുണ്ട്, വിരലിൽ എണ്ണാവുന്നവർ മാത്രമല്ലേ കാണത്തുള്ളൂ എന്ന് ചോദിക്കുമ്പം നമുക്ക് നോക്കാം എന്താകുമെന്ന്. വക്കീലിനെ മറ്റും ഏർപ്പാടാക്കണമെന്ന് സ്വാതി ഋതികയോട് ചോദിക്കാം. കുറുപ്പമാനെ വിളിച്ച് വിവരം പറഞ്ഞാലോ, അതോ പ്രതാപനങ്കലിനെ വിളിച്ചാണോ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആരെയും ഇപ്പോൾ ഒന്നും അറിയിക്കേണ്ടെന്നും കൂടെ പോയിട്ടുണ്ടല്ലോ ഒരാൾ വലിയേട്ടനെന്ന് പറഞ്ഞ് അങ്ങേരെന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് മതി നമ്മുടെ നീക്കമെന്നും പറഞ്ഞ് ഋതിക എന്ന് പറയുന്നവൾ ഇങ്ങനെ നിൽക്കുവാണ്. സ്വാതിക്ക് അന്നേരവും അങ്കലാപ്പ്. അതിനുശേഷം പൂർണ്ണിമ പോലീസ് സ്റ്റേഷനിലെത്തി. മേഡവും വന്നിരുന്നു. അതിനുശേഷം
ദേ ഈ നമ്പറിൽ നിന്നാണ് ക്രിമിനലിനെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഷീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് പൂർണ്ണിമയുടെ നമ്പർ. മേഡം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൽ നിന്ന് കോള് പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം മണ്ടിയൊന്നും അല്ല ഞാനെന്നും പറഞ്ഞുകൊണ്ട് മേഡം ഇങ്ങനെ പൂർണ്ണിമയോട് പറയണു. ആ ഓട്ടോ വീടിൻ്റെ മുറ്റത്ത് നിന്ന് മാറ്റിയില്ല എങ്കിൽ കത്തിച്ച് കളയുമെന്ന് നിങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തിയതല്ലേന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, അങ്ങനെ ഭീഷണിപ്പെടുത്തിയെന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ച് ഞാൻ അങ്ങനെ ചെയ്തു എന്നതിനർത്ഥമില്ലല്ലോ എന്ന് പൂർണ്ണിമ മേഡത്തിനോട് ചോദിക്കാം. എൻ്റെ ഫോണിൽ നിന്ന് ക്രിമിനലിനെ ആര് വിളിച്ചു എന്ന് എനിക്കറിയില്ലെന്നും ഫണ്ട് എങ്ങനെ ട്രാൻസ്ഫർ ആയെന്നും എനിക്കറിയില്ല എന്നും പൂർണ്ണിമ പറയുക. എന്തോ ഒരു ചതി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. മാഡം പറയുന്നതൊന്നും മനസ്സാ വാച ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല എന്ന് പൂർണ്ണിമ പറയുമ്പോൾ നിങ്ങളുടെ ഫോൺ വേറെ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, അങ്ങനെ ഉപയോഗിക്കാറില്ല. എൻ്റെ മക്കൾക്കെല്ലാവർക്കും ഫോണുണ്ട്, അവരാരും എൻ്റെ ഫോൺ എടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണിമാമേ, ദേ തെളിവുകൾ അനുസരിച്ചല്ലേ ഞങ്ങൾക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. നിർഭാഗ്യവശാൽ തെളിവുകളെല്ലാം നിങ്ങൾക്ക് എതിരാണ്. വളരെ വിദഗ്ധമായിട്ട് തന്നെ നിങ്ങളെ ആരോ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിലെ ഒന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലേതാണ് സംഭവിച്ചതെന്ന് അറിയുന്നത് വരെ നിങ്ങൾ ഇവിടെ ഇരുന്നേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയും ഇല്ല എന്ന് പൂർണ്ണിമ ഇവരോട് പറയാം. ശരിയായ നിലയ്ക്ക് അന്വേഷണം നടന്നാൽ തീർച്ചയായും സത്യം പുറത്തു വരും. ഞാൻ കാത്തിരിക്കാം, എനിക്കതിനൊരു മടിയുമില്ല, എനിക്കൊരു തിരക്കുമില്ല എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് പൂർണ്ണിമ അവിടെ ഇരിക്കുന്നു. പിന്നെ മേഡം അങ്ങ് എഴുന്നേറ്റ് പോയി. സേതുവും പല്ലവിയൊക്കെ പുറത്തിരിക്കുക. അപ്പോൾ മേഡം ഇവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇവരോട് വന്ന് കാര്യങ്ങൾ പറയുവാണ്. അമ്മ അല്ലെന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ അമ്മയുടെ ഫോണാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മേഡം പറഞ്ഞു. ഞങ്ങളാരും എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പം മേഡം വേറെ ആരെങ്കിലും അത് ചെയ്തതാണെങ്കിലോ അതിനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിലെ ശരിക്കുള്ള വസ്തുത എന്താണെന്ന് അത് ഉടനെ കണ്ടുപിടിച്ചേ പറ്റുമെന്ന് മേഡം ഇവരോട് രണ്ടുപേരോടും പറയുക, അല്ലെങ്കിൽ അമ്മ കുടുങ്ങുമെന്നുള്ള കാര്യം ഒരു പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം മേഡം ഇവരോട് പറഞ്ഞു, നിയമസാധ്യതകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് പിന്നീട് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അമ്മയുടെ ഫോൺ എടുത്ത് ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് വേണ്ടത്. പിന്നെ അമ്മയുടെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു, ഈ നിങ്ങൾ മാത്രം ഓർത്തിട്ടാണ് ഞാനത് ചെയ്യാത്തതെന്ന് മേഡം ഇങ്ങനെ പറയാം. അത് കേട്ടപ്പം എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതിനെന്തായാലും ഞാൻ അനുവദിക്കില്ല സേതു എന്ന് മേഡം സേതുവിനോട് പറഞ്ഞു കേട്ടോ. അമ്മയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞെന്നും പിന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നൊരു പ്രതി തന്നെയാണ് അമ്മ ഇപ്പോഴും, അതുകൊണ്ട് തന്നെ ഒരു നിയമസാധ്യതയും അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സത്യം കണ്ടെത്തിയില്ലെങ്കിൽ അമ്മയുടെ ജീവിതം പിന്നെ ജയിലഴിക്കുള്ളിലാകുമെന്നും പറഞ്ഞു മേഡം അവിടെ നിന്ന് അങ്ങ് പോകുക. സേതുവും പല്ലവിയും നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ഋതുകയുടെ അടുത്തേക്ക് സ്വാതി ചെല്ലുമോ, എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ആ സെക്കൻഡിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ തോന്നിയ വാശിയുടെ പുറത്താണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നും അത് പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചേച്ചി, എന്ത് പറ്റി, എന്താ കാര്യം, അമ്മ ഉടനെ വരില്ലേ എന്ന് സ്വാതി ചോദിക്കുക. ആ ഓട്ടോ എന്തോ കത്തിക്കാൻ ഏർപ്പാടാക്കിയത് ഞാനാണെന്ന് ഋതുക പറയണു. സത്യത്തിൽ കത്തിക്കാനല്ല ഞാൻ പറഞ്ഞത്, തല്ലി പൊളിക്കാനായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ഋതുക അനിയത്തിയോട് പറയാം. ഏൽപ്പിച്ച അയാളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് അത് കത്തിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഓട്ടോ മാറ്റിയിട്ടല്ലോ, പിന്നെ എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ വാശി, പക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. വേണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുകയാണെന്നൊക്കെ ഋതുക നിന്ന് കുറ്റബോധം പറയാം. ശ്രീഹരിക്ക് എന്തെങ്കിലും പറയണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല, സംഭവിച്ചു പോയതാണെന്ന് പറയുമ്പം അമ്മയുടെ ഫോണിൽ നിന്നാണല്ലോ ഓട്ടോ കത്തിച്ച ആ ക്രിമിനലിനെ ചേച്ചി വിളിച്ചത്. അതെ, അപ്പോൾ ഒരുപാട് ആലോചിച്ചാ ചേച്ചി അത് ചെയ്തതെന്ന് എനിക്കറിയാം. എന്തെങ്കിലും അന്വേഷണം വന്നാൽ ഒരു രീതിക്കും ചേച്ചിയുടെ നേർക്ക് തിരിയരുതെന്ന് ചേച്ചിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നല്ലേ എന്ന് അനിയത്തി ചോദിക്കുമ്പോൾ ഋതുക നിന്നിങ്ങനെ ഉരുകുക കേട്ടോ. എന്തിനാ ചേച്ചി നമ്മുടെ സുഖമില്ലാത്ത അമ്മ ഈ കേസിൽ പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ തെറ്റു പറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ ഋതുക. ഞാൻ ക്ഷമിച്ചാൽ പോരല്ലോ ചേച്ചി, അമ്മ ആ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കണ്ടേ, നമുക്ക് ചേച്ചി നോക്കിക്കോളാമെന്നല്ലേ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ അമ്മ ഇപ്പോൾ ഉള്ളത് ആ ഒരവസ്ഥ ആര് കാരണം ഉണ്ടായതാണെന്ന് അനിയത്തി ചോദ്യം ചെയ്യുക. ശ്രീഹരിയെ എനിക്കും ഇഷ്ടമല്ല, അച്ചു ചേച്ചി ചെയ്തത് തെറ്റായി പോയെന്ന് ഞാനും കരുതുന്നുണ്ട്. എന്ന് വെച്ച് ഇതുപോലൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് സ്വാതി ഋതികയോട് പറയാം. ചെയ്യാൻ ഒരിക്കലും പാടില്ല ചേച്ചി, എന്തൊക്കെ വന്നാലും നമ്മുടെ ബ്ലഡ് തന്നെയല്ലേ അച്ചു ചേച്ചിയും എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പറഞ്ഞല്ലോ പറ്റിപ്പോയെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ മുന്നിൽ രണ്ടേക്ക് രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ എന്നും ഒന്നെങ്കിൽ എല്ലാം ഏറ്റു പറഞ്ഞ് അമ്മയെ രക്ഷിക്കുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. ഇതൊരു രണ്ടിലേതേലും ചെയ്യണം. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം, എന്തിനും ഞാൻ തയ്യാറാണെന്ന് ഋതുക ഇങ്ങനെ പറയുമ്പോൾ സ്വാതി നിന്ന് ആലോചിക്കുക എന്ത് ചെയ്യുമെന്ന്. എന്നിട്ട് സ്വാതിയുടെ ആലോചന, അപ്പോൾ ദേ നമുക്ക് എന്തായാലും
ഒരു കാര്യം നമുക്ക് ചെയ്യണം. അവർ രണ്ടുപേരും കൂടെ പോയി അമ്മയെ രക്ഷിച്ചുകൊണ്ട് വന്നാൽ അമ്മയുടെ രക്ഷകർ അവരാണെന്ന് അമ്മ വീണ്ടും കരുതും. അത് നമുക്ക് ക്ഷീണമാണ്. അപ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ. എന്തായാലും അവർക്കൊരു ജയിക്കാനൊരു അവസരം നമ്മൾ കൊടുക്കരുത്. അതിനുവേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ വണ്ടിയിൽ വരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ പുറകിൽ ആരായിരിക്കും എന്നിങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇനി ധൈര്യമായിട്ട് സേതുവേട്ടന് പറയാം. സേതുവേട്ടന് സംശയിക്കുന്ന ആളെ തന്നെയാണ് ഞാനും സംശയിക്കുന്നത്. ധൈര്യമായിട്ട് സേതുവേട്ടൻ ആ പേര് പറയാമെന്ന് പറയുമ്പോൾ ഋതു അല്ലേ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് സേതു ചോദിച്ചു. അപ്പോൾ പല്ലവിയും പറഞ്ഞു അതെ, അവൾക്കല്ലേ അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അതെ, അവൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തണം സേതുവേട്ടാ. ഋതുവിനെന്നല്ല ആർക്കും ഒന്നും നിഷേധിക്കാൻ നാളെ പറ്റരുത്. അങ്ങനെ വേണം നമ്മൾ അവരെ പൂട്ടാനെന്ന് പറഞ്ഞു പല്ലവി പറയാം. ഓട്ടോ കത്തിക്കുക, ആരോടുള്ള വാശി തീർക്കാൻ. അപ്പോൾ അവളിതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ പറയുന്നിട്ട് പൂർണിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിലും അവൾ എന്നേക്കുമായി പൂട്ടാനായിട്ടുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്യുക. പിന്നെ കാണിക്കുന്നത് ഇന്ദ്രനെയും അതുപോലെ തന്നെ രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മി വന്ന് മകനോട് ഇവിടെ പൊന്നുമടത്തിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി പറയുക. അപ്പോൾ അങ്ങനെ പൂർണിമ മരുമകനെ കൊല്ലാൻ നോക്കിയെന്നാണ് എല്ലാവരും പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരാൻ യാതൊരു വഴിയില്ലല്ലോ എൻ്റെ അമ്മ, ഞാൻ അറിഞ്ഞിടത്തോളം അവരൊരു നല്ല സ്ത്രീയാണല്ലോ. അതെന്താടാ, നല്ല സ്ത്രീകളാരും പോലീസ് സ്റ്റേഷനിൽ കയറുമല്ലേടാ എന്ന് അമ്മ ചോദിച്ചു. അതൊക്കെ ചിലപ്പോൾ കയറിയെന്ന് വരും. അല്ല, പോലീസുകാരൻ നാരായണനില്ലേ, അയാളുടെ ഭാര്യ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് വിവരം പറഞ്ഞതെന്ന് പറയുന്നു അമ്മ. അങ്ങനെയൊക്കെ സംഭവിച്ചോ? അമ്മ ചന്ദ്രവും തൊട്ട് കൊടുത്ത് അമ്മ എവിടെ നിന്ന് അങ്ങ് പോണു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് എടുത്ത് കാര്യമാക്കണമല്ലോ, ഇത് എനിക്കൊരു ഗുണമാകുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ കാണിക്കുവാണ്. എന്തായാലും ഇന്ദ്രന് ഇതൊരു വലിയ ചൂണ്ടക്കുളത്ത് തന്നെയാണ് ഇരയെ പിടിക്കാനായിട്ടെന്നുള്ള ഇതിലിങ്ങനെ ഇന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. കെയർ ബൈ ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.